വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ അതിനോട് കൂടെയുള്ള ഈ ഒരു ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ടെക്നോ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ പുതിയ ഫോൺ വാങ്ങുകയോ അല്ലെങ്കിൽ വേറൊരു ഫോണിലോട്ട് നമ്മൾ ഈ ഒരു വാട്സാപ്പ് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വാട്സാപ്പിലെ ഡാറ്റകൾ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ വാട്സാപ്പിലെ ഡാറ്റകൾ നഷ്ടപ്പെടാതെ എങ്ങനെ ഈ ഒരു വാട്സാപ്പ് മറ്റൊരു ഫോണിലോട്ട് മാറ്റാം എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ വാട്സാപ്പിലെ മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വാട്സാപ്പിലെ മുഴുവൻ ഡാറ്റയും ഗൂഗിളിൻ്റെ ഫ്രീ സ്പേസായ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് നമ്മൾ അവസാനമായിട്ട് ബാക്കപ്പ് എടുത്ത സമയം എപ്പോഴാണെന്നും അത് എത്ര MB ഉണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഗൂഗിൾ ഡ്രൈവുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളതിൽ നിന്നും ഓൺലി വെൻ ഐ ടാപ്പ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണിലെ മുഴുവൻ ഇമെയിൽ അഡ്രസ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. മറ്റൊരു ഫോണിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഇതുപോലെ ഗൂഗിൾ ജിമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവിടെ നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ചില ഫോണുകളിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം താഴെയുള്ള യെല്ലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ഗൂഗിൾ ഡ്രൈവുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ഏത് ഇമെയിൽ ഐ ഡി ആണ് ലിങ്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഏത് ഫോണിലേക്കാണോ നമ്മുടെ വാട്സാപ്പ് മാറ്റാൻ പോകുന്നത് ആ ഫോണിലെ ഇമെയിൽ ഐ ഡി തന്നെയായിരിക്കണം ഈ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷന് താഴെയായിട്ട് ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോയും ബാക്കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനോട് കൂടെ എത്ര MBയോളം വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടെന്ന് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ബാക്കപ്പ് എവർ എന്നുള്ളത് നിങ്ങൾ വൈഫൈ ഉപയോഗിച്ചാണ് ബാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ വൈഫൈ എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ ഓർ സെല്ലുലാർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ബാക്കപ്പ് എന്നുള്ള ഗ്രീൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഈ ഒരു വാട്സാപ്പിലെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സാപ്പിലെ ഡാറ്റയുടെ MB അനുസരിച്ച് ഈ ഒരു അപ്ലോഡിംഗ് സ്പീഡ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ മുകളിൽ ലാസ്റ്റ് ബാക്കപ്പ് എന്നതിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏത് ഫോണിലാണോ വാട്സാപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് ആ ഒരു ഫോണിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏത് ഫോണിലാണോ വാട്സാപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് ആ ഫോണിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം OTP വന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഗൂഗിൾ ഡ്രൈവിലൊരു ബാക്കപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പ് ബാക്കപ്പ് ചെയ്ത സമയത്ത് ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തത് ആ ഒരു ഇമെയിൽ ഐ ഡി തന്നെയായിരിക്കണം നിങ്ങൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണിലും ലോഗിൻ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ റീസ്റ്റോർ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് മെസ്സേജുകളാണ് ആദ്യം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് മെസ്സേജുകളെല്ലാം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നെക്സ്റ്റ് ബട്ടൺ വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വാട്സാപ്പിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്തതായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ വാട്സാപ്പ് മറ്റൊരു ഫോണിലേക്ക് മാറ്റുന്ന സമയത്ത് ഡാറ്റകൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയമുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ
നിങ്ങൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ആയിട്ടും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിനോട് കൂടെയുള്ള ആ ഒരു ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ.